ഹലോ, ഇന്ന് നമുക്ക് ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ റെസിപ്പി നോക്കാം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്ന ഒരു യൂണിക്കോൺ ബർത്ത്ഡേ കേക്കാണ്. ഇത് ഞാൻ ശരിക്കും എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കേക്കാണ്. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ നല്ലൊരു ഡിസൈനിൽ കേക്ക് നമുക്കും വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ നല്ല കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ഈ യൂണിക്കോൺ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ 2 സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 2 ഫ്ലേവറാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു ചോക്ലേറ്റ് കേക്കും ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കും ഒരു വനില സ്പോഞ്ച് കേക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കേക്ക് രണ്ടും ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാനിതിന് മുമ്പ് ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഞാൻ സമയം ലാഭിക്കുന്നതിന് വേണ്ടി ഇന്നലെ തന്നെ ഇത് ഉണ്ടാക്കി ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ചു. നിങ്ങൾക്കിപ്പോൾ സമയമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ സമയം കിട്ടുമ്പോൾ തലേ ദിവസമേ ഉണ്ടാക്കി ഒരു ക്ലിങ് ഫിലിം കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി. ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല പോലും കുഴപ്പമൊന്നും ഇല്ലാതെ കിട്ടും കേട്ടോ. ഇത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് വേണ്ടുന്ന ഫ്രോസ്റ്റിംഗ് ഒക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇന്നത്തെ നമ്മുടെ ഈ കേക്കിൽ ഞാൻ ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ്ങും ചെയ്യുന്നുണ്ട്, അതുപോലെ വിപ്ഡ് ക്രീം ഫ്രോസ്റ്റിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിപ്ഡ് ക്രീം ഫ്രോസ്റ്റിങ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് നന്നായിട്ട് തണുത്ത വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പൊടിച്ച പഞ്ചസാര വേണം. പിന്നെ കുറച്ച് വനില എസൻസും വേണം. വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പം ഈ ക്രീം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഞാൻ നമ്മുടെ ക്രീം ഇവിടെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ടീസ്പൂൺ വനില എസൻസും ചേർത്താണിതും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്കിനി കേക്ക് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ 2 കേക്കും ഞാൻ ഒരു 2 സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആ വനില കേക്കിൻ്റെ ഒരു ലെയർ ഞാനിവിടെ ഒരു കേക്ക് ബോർഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരല്പം ഷുഗർ സിറപ്പ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ ആ മോയിസ്റ്റ് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം ഷുഗർ സിറപ്പ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. കുറച്ച് പഞ്ചസാരയും വെള്ളവും കൂടി അല്പം നേരം അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചതിന് ശേഷം ചൂടാറി കഴിയുമ്പോൾ നമുക്കത് ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വലിയ തിക്കായിട്ടൊന്നും വേണ്ട. ഞാനിത് എളുപ്പത്തിന് വേണ്ടി ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിൽ കൂടി ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഈ യൂണിക്കോൺ കേക്ക് നല്ല ഹൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് 2 കേക്കാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം ഒരു 3 കേക്ക് എടുത്താൽ മതി കേട്ടോ. അപ്പം കുറച്ചുകൂടി ഹൈറ്റിൽ കിട്ടും. അതുപോലെ ഞാനിന്ന് 7 ഇഞ്ചിൻ്റെ കേക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 6 ഇഞ്ചിൻ്റെ ആണെങ്കിലും എടുത്താൽ മതി. അപ്പോൾ കുറച്ച് മാവ് കൊണ്ട് തന്നെ നമുക്ക് 3 കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒന്നാമത്തെ ലെയറിൽ ഞാനൊന്ന് ഫ്രോസ്റ്റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് രണ്ടാമത്തെ ലെയറായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ലെയർ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കും നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വിപ്പിംഗ് ക്രീം വെക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ആ 2 ഒരു വനില ലെയറും ചോക്ലേറ്റ് ലെയറും നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ കേക്കിൻ്റെ ആ 4 ലെയറും വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഫ്രോസ്റ്റിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ സൈഡ് കൂടി ഒന്ന് നന്നായിട്ട് സ്മൂത്തായിട്ട് ബാക്കിയുള്ള ക്രീം ഫ്രോസ്റ്റിങ് വെച്ച് നമുക്കൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡും ഒക്കെ ഒന്ന് ഒരു ക്രം കോട്ടിങ് പോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി നമ്മളിതിൻ്റെ മുകളിലേക്ക് ബട്ടർ ക്രീം ഫ്രോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് നന്നായിട്ട് സെറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ 1 മുതൽ 2 മണിക്കൂർ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിലിരുന്ന് ഇതൊന്ന് സെറ്റായതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ് തേച്ച് കൊടുക്കണം. നമ്മുടെ കേക്ക് ഒന്ന് ഫ്രിഡ്ജിലൊക്കെ ഇരുന്ന് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഒന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 150 ഗ്രാമോളം അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഈ ബട്ടർ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കണം, എന്നാൽ അങ്ങ് വല്ലാതെ അലിന്നു പോയതാകരുത്. അങ്ങനെ ഒരു 150 ഗ്രാമോളം അൺസോൾട്ടഡ് ബട്ടറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 2.5 കപ്പോളം പൗഡേർഡ് ഷുഗർ അഥവാ നമ്മുടെ ഐസിങ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഈ ഐസിങ് ഷുഗർ നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും.
ഇത് വീട്ടിലും തയ്യാറാക്കിയെടുക്കാം, പക്ഷേ നന്നായിട്ട് പൊടിച്ചെടുക്കണമെന്നേ ഉള്ളൂ പഞ്ചസാര. പിന്നെ അതുപോലെ അതിലേക്ക് ഒരല്പം കോൺഫ്ലോർ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ കൂടെ ചേർത്ത് നിങ്ങൾ നന്നായിട്ട് പൊടി പോലെ പൊടിച്ചെടുക്കണം. അങ്ങനെ ആകുമ്പോൾ അത് ഐസിങ് ഷുഗർ പോലെ ആയി കിട്ടും. നമുക്ക് ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ബട്ടർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു സ്ലോ സ്പീഡിൽ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഈ ബട്ടറിൻ്റെ ആ ഒരു ലൈറ്റ് യെല്ലോ കളർ മാറി ഒരു പെയിൽ കളർ ആകുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിതൊരു 2-3 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ആ കളറൊക്കെ ഒരു ലൈറ്റ് യെല്ലോ ആയി മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൗഡർഡ് ഷുഗർ നമുക്ക് കുറേശ്ശെയായിട്ടൊന്ന് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഈ പൗഡർഡ് ഷുഗർ നിങ്ങളൊന്ന് അരിപ്പയിൽ കൂടി അരിച്ച് തെള്ളിയെടുക്കണം. ഇതിൽ കട്ടകളൊന്നും ഇല്ലാതെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 2-3 തവണയായിട്ട് ഈ പഞ്ചസാര പൗഡർഡ് ഷുഗർ മുഴുവൻ നമുക്കിതിലേക്കിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ നമ്മളുടെ ആ പൗഡർഡ് ഷുഗർ മുഴുവൻ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ നോക്കിയാൽ കാണാം ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ്. നമുക്ക് കേക്കിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ലൂസായിട്ട് വേണം. അപ്പോൾ ഇതിലേക്ക് ഒരല്പം തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കണം. അതിന് മുമ്പ് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വനില എസൻസ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ആദ്യം നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം പാലൊഴിച്ച് ഇതൊന്ന് ബീറ്റ് ചെയ്ത് നോക്കാം. പിന്നെ അത് തിക്കാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാനിതിലേക്ക് ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം പാല് ഒരു 1-2 തവണയായിട്ട് ഒഴിച്ചു കൊടുത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇപ്പം നോക്കിയാൽ കാണാം നമ്മുടെ ഈ ഫ്രോസ്റ്റിങ് നല്ലൊരു വൈറ്റ് കളറും ആയിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് കേക്കിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാവുന്ന ആ ഒരു പാകത്തിനായിട്ടുണ്ട്. ഇതിനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കേക്കിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഈ സമയം കൊണ്ട് നമ്മുടെ ആ വിപ്ഡ് ക്രീമൊക്കെ നമ്മൾ തേച്ച് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഈ കേക്കിലേക്ക്. ഇതിലേക്ക് ഇനി നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ തിന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒത്തിരി ഒന്നും തേച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഞാൻ നമ്മുടെ കേക്കിലേക്ക് ആ ബട്ടർ ക്രീം എല്ലാം ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 2 ഷെയ്ഡ് ബട്ടർ ക്രീമിലേക്ക് മിക്സ് ചെയ്ത് അങ്ങനെയാണ് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ബട്ടർ ക്രീം ഇതുപോലെ ചെറിയ പൈപ്പിംഗ് ബാഗിലേക്കാക്കി ചെറിയ സ്റ്റാർ നോസിൽസ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3 കളറാണ് ബട്ടർ ക്രീമിലേക്ക് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇതുകൊണ്ട് നമുക്ക് ഈ കേക്കിൻ്റെ മുകളിലും സൈഡിലും ചെറിയ ചെറിയ ഫ്ലവേഴ്സ് പോലെ ഒന്നാക്കി കൊടുക്കാം. ഈ യൂണിക്കോൺ ഇത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ ഫ്ലവേഴ്സ് പോലെ അതിൻ്റെ ഡിസൈൻസ് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ആയിട്ട് ഇത് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഒന്നുമില്ല. ഇപ്പോൾ ഞാനതിൻ്റെ ആ പിങ്ക് കളർ കൊണ്ട് ഇങ്ങനെ സൈഡിൽ വരെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഈ യൂണിക്കോണിൻ്റെ ആ ഒരു ഹെയർ വരുന്ന പോലെ കാണിക്കാനായിട്ടാണ് ഈ സൈഡിൽ ഇതുപോലെ ഫ്ലവേഴ്സ് ആക്കിയിട്ടുള്ളത് കേട്ടോ. ഇനിയും ബാക്കിയുള്ള ആ പർപ്പിൾ കളറും ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്കൊന്ന് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് ആ ഫ്ലവേഴ്സ് എല്ലാം ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെയും ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ യൂണിക്കോൺ ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഈ ഒരു ഹോൺ പോലെ ഒരു കൊമ്പ് പോലെ ഉള്ളതും വേണം. പിന്നെ ഇതുപോലെ അതിന് 2 കണ്ണുകളും വേണം. ഞാനിത് ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ളതാണ്. ആമസോണിലൊക്കെ നോക്കിയാൽ യൂണിക്കോൺ കേക്കിൻ്റെ ആക്സസറീസ് നോക്കിയാൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ ഇത് ഇപ്പോൾ അവൈലബിൾ അല്ല എങ്കിൽ നമ്മളുടെ ഐസ്ക്രീമിൻ്റെ കോൺ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് കോണായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ പേപ്പറൊക്കെ വെച്ച് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ചെവികളും ഉണ്ടാക്കാം. പിന്നെ ഇതല്ല എന്നുണ്ടെങ്കിൽ ഫോണ്ടൻ്റ് കൊണ്ട് നിങ്ങൾക്ക് കോൺ പോലെയും ചെവി പോലെയൊക്കെ ആക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇത് ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് ആ കേക്കിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ആ കണ്ണൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രോസ്റ്റിങ്ങിൽ പെട്ടെന്ന് അതങ്ങ് ഒട്ടിയിരുന്നോളും കേട്ടോ. അതുപോലെ ഈ ഹോണ് നമുക്കിതിൻ്റെ മുകളിലായിട്ട് അതുകൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം.
അങ്ങനെ നമ്മുടെ യൂണിക്കോൺ ബർത്ത്ഡേ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഉണ്ടോ? കുറച്ച് പാടൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെയുള്ള കേക്ക് അപ്പം നമുക്കും വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നില്ല, മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ സമയം ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പറ്റുമ്പോൾ കേട്ടോ. എല്ലാവർക്കും ഒന്നും പറ്റിയെന്ന് വരില്ല. പറ്റുന്ന പോലെ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.